പ്രീമിയർ ലീഗ് വിജയിച്ച ഒരു ടീം ഇന്ന് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. യെസ്, 2015-16 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായ ലെസ്റ്റർ സിറ്റി ഫോർ സെയിൽ. 2018 കിംപവർ ഉടമയായിട്ടുള്ള വിജയ് ശ്രീവന്ദനപ്രഭയുടെ നേതൃത്വം നൽകുന്ന തായ് ലെഡ് കൺസോർട്ടിയമായ ഏഷ്യൻ ഫുട്ബോൾ ഇൻവെസ്റ്റേഴ്സ് ആണ് ലെസ്റ്റർ സിറ്റിയെ ഏറ്റെടുക്കുന്നത്. അന്ന് അവർ ചാമ്പ്യൻഷിപ്പിലായിരുന്നു. 2014 അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് കടന്നു വരുന്നു. വെറും 2 വർഷത്തിനു ശേഷം 2015-16 സീസണിൽ അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കുന്നു. FA കപ്പ് നേടുന്നു. ജെമി വാദിയും എങ്കോളോ കാന്റെയും റിയാദ് മാർസും തീർത്ത ആ ഒരു ചരിത്രം ഇന്നും മറക്കാനാവാത്തതാണ്. പിന്നീട് എന്തു സംഭവിച്ചു? പ്രീമിയർ ലീഗിൽ ഒരു ലെഗസി തന്നെ പറയാനുള്ള ലെസ്റ്റർ സിറ്റിക്ക് പിന്നീട് എന്തുപറ്റി? 2018 ഉടമയായിട്ടുള്ള വിജയ് ശ്രീവന്ദനപ്രഭ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിരുന്ന അയാവത്തോപ്പ് ശ്രീവന്ദനപ്രഭയായിരുന്നു ക്ലബിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. എന്നാൽ അതിനുശേഷം ക്ലബിന് ഒരു വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. 2024-25 സീസണിൽ മാത്രം 71.1 മില്യൺ ആണ് നഷ്ടം രേഖപ്പെടുത്തിയിരുന്നത്. ഫൈനാൻഷ്യലി ടീമിന് വലിയൊരു ഡിസാസ്റ്റർ സംഭവിക്കുന്നു. പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നവർ ചാമ്പ്യൻഷിപ്പിലേക്കും പിന്നീട് ലീഗ് 1ലേക്കും റെലഗേറ്റ് ആകുന്നു. ജേതാക്കൾ അങ്ങനെ മുഖ്യധാരയിൽ നിന്നും ലീഗ് 1ലേക്ക് തരം താഴ്ത്തപ്പെടുന്നു. ഇന്ന് 200 മില്യൺ ആണ് ലെസ്റ്ററിന് വേണ്ടി ഉടമകൾ ആവശ്യപ്പെടുന്നത്. വിൽപ്പന പാക്കേജിൽ കിംപവർ സ്റ്റേഡിയം, മെൻസ് വുമൻസ് ടീമുകൾ, അക്കാദമികൾ, ട്രെയിനിങ് ഗ്രൗണ്ടുകൾ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന് 200 മില്യൺ എന്ന വിലയിട്ടിരിക്കുന്നത്. ഏതായാലും ലെസ്റ്ററിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു ഇൻവെസ്റ്റേഴ്സ് തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.